സോ ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ് ഡാറ്റ ട്രാൻസ്മിഷൻ ആണ്. സോ ഫസ്റ്റ് നമുക്ക് എന്താ ഡാറ്റ ട്രാൻസ്മിഷൻ എന്ന് പറയാം. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു കമ്പോണൻറ്റ്, ദാറ്റ് ഈസ് സെൻഡർ ആൻഡ് എ റിസീവർ. സോ ഒരു സെൻഡറിൻ്റെ ഒരു റിസീവറിൻ്റെ ഇടയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാറ്റ സെൻഡിങ് ആണ് ഈ ഡാറ്റ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഈ ഡാറ്റ ട്രാൻസ്മിഷൻ ആർ ഓഫ് ടു ടൈപ്സ്, serial and parallel. Serial transmission bits, in this data bits are serially transmitted over a single communication link one after the other. അതായത് സെൻഡറിൻ്റെയും റിസീവറിൻ്റെ ഇടയിൽ ഒരു സിംഗിൾ ചാനൽ ആയിരിക്കും ഇതിനുണ്ടാവുക. എന്നിട്ട് അതിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ബിറ്റ്സ്, ഓരോ ബിറ്റ്സ് ആയിട്ടാണ് ഇതിൽ ട്രാൻസ്മിഷൻ നടക്കുക. അപ്പോൾ ഇത് ഭയങ്കര സ്ലോ പ്രോസസ്സാണ് compared to parallel. In case of parallel transmission, there are different links for each bits. അതായത് ഓരോ ബിറ്റ്സിനും ഓരോ ചാനലുണ്ട്. സോ അങ്ങനെയാണ് പാരലൽ ട്രാൻസ്മിഷൻ നടക്കുന്നത്, വിച്ച് ഈസ് ഫാസ്റ്റർ. ആൻഡ് സീരിയൽ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനാണ് സീരിയൽ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുക. സോ ദിസ് സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ് ട്രാൻസ്മിഷൻ കംസ് അണ്ടർ സീരിയൽ ട്രാൻസ്മിഷൻ. Synchronous data transmission. The term synchronous is used to describe a continuous and consistent time transfer of data blocks. So as the name indicates, a synchronous എന്ന് പറഞ്ഞാൽ ഒരേ ടൈമിൽ ട്രാൻസ്മിഷൻ നടക്കുന്നതിനാണ് സിങ്ക്രണസ് എന്ന് പറയുന്നത്. അതായത് കണ്ടിന്യൂസ് ആയിരിക്കും ആൻഡ് ടൈമിന് ഒരു ലാഗ് വരാണ്ട് ട്രാൻസ്മിഷൻ നടക്കുന്നു. Here data transmission is accompanied by timing signals to ensure that transmitter and receiver is synchronized with one another. ഇതിനൊരു എക്സ്റ്റേണൽ ക്ലോക്ക് പൾസ് ഉപയോഗിച്ചിട്ടാണ് ഇത് റിസീവറും ട്രാൻസ്മിറ്ററും സിങ്ക്രണൈസ് ആണോ എന്ന് നോക്കുന്നത്. The data is sent in blocks of frames or packets spaced by fixed time intervals. ഈ സിങ്ക്രണൈസ് ട്രാൻസ്മിഷനിൽ ദ ഡാറ്റ ഒരു ബ്ലോക്സ് അല്ലെങ്കിൽ ഫ്രെയിംസ് പോലെയാണ് റിസീവറിൻ്റെയും ട്രാൻസ്മിറ്ററിൻ്റെയും ഇടയിൽ സെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ദി ഡാറ്റ ബ്ലോക്സ് ആർ ഗ്രൂപ്ഡ് ആൻഡ് സ്പേസ്ഡ് ഇൻ റെഗുലർ ഇൻ്റർവൽ ആൻഡ് ആർ പ്രിസീഡഡ് ബൈ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കോൾഡ് സിൻ ക്യാരക്ടേഴ്സ്. സോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ ട്രാൻസ്മിഷനിൽ സിങ്ക്രണസ് ട്രാൻസ്മിഷനിൽ ഡാറ്റാസ് ബ്ലോക്സ് ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ആവുന്നത്. ആൻഡ് ഈ ഡാറ്റ എല്ലാം ഒരു സ്പേസ്ഡ് ഇൻ റെഗുലർ ഇൻ്റർവൽ, അതായത് ഇവരുടെ ഇടയിൽ ഒരു റെഗുലർ ഇൻ്റർവൽ ഉണ്ട്. ആൻഡ് ഈ ഡാറ്റ പ്രിസീഡഡ് ബൈ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കോൾഡ് സിൻ ക്യാരക്ടേഴ്സ്. അതായത് ഈ ഡാറ്റ പോകുന്നതിന് മുമ്പ് സ്പെഷ്യലായിട്ട് ഉള്ളൊരു ക്യാരക്ടർ ഉണ്ട്, അതാണ് സിൻ ക്യാരക്ടർ. അത് ആദ്യം ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് പോകും. ആൻഡ് വെൻ ഇറ്റ് റീച്ചസ് ടു റിസീവർ, അപ്പോഴാണ് ഈ കണക്ഷൻ സിങ്ക്രണൈസ് ആവുന്നത്. ഈ സിൻ ക്യാരക്ടർ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഡാറ്റ ക്യാരക്ടർ വരുന്നത്. ആൻഡ് ഡാറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് ആഫ്റ്റർ ദ കണക്ഷൻ ഈസ് സിങ്ക്രണൈസ്ഡ്. എന്നിട്ടാണ് ഡാറ്റ ട്രാൻസ്മിഷൻ അവിടെ നടക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിങ്ക്രണൈസ് ട്രാൻസ്മിഷൻ. സോ ഈ സിങ്ക്രണൈസ് ട്രാൻസ്മിഷന് ദർ ആർ സം സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് വൺ, ദർ ആർ നോ ഗ്യാപ്സ് ബിറ്റ്വീൻ ക്യാരക്ടേഴ്സ് ബീങ് ട്രാൻസ്മിറ്റഡ്. അതായത് ഇതിൻ്റെ ഇടയിൽ ഒരു ടൈം ലാഗോ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പോ വരുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ടാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടൈമിംഗ് ഈസ് സപ്ലൈഡ് ബൈ മോഡംസ് ഓർ അതർ ഡിവൈസസ് അറ്റ് ഈച്ച് എൻഡ് ഓഫ് ദി കണക്ഷൻ. ഇതിനൊരു എക്സ്റ്റേണൽ ക്ലോക്ക് പൾസ് ഉണ്ട്, അല്ലെങ്കിൽ കാരണം അതിൻ്റെ ടൈമിംഗ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. സ്പെഷ്യൽ സിൻ ക്യാരക്ടർ പ്രിസീഡ് ദ ഡാറ്റ ബീങ് ട്രാൻസ്മിറ്റഡ്. ആസ് ഓൾറെഡി ടോൾഡ്, ഒരു സ്പെഷ്യൽ സിൻ ക്യാരക്ടർ ഉണ്ട് വിച്ച് ഹെൽപ്സ് ഇൻ സിങ്ക്രണൈസേഷൻ. സിൻ ക്യാരക്ടർ യൂസ്ഡ് ഫോർ ടൈമിംഗ്. ടൈമിംഗ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ സിൻ ക്യാരക്ടർ യൂസ് ചെയ്യുന്നത്. നോ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബിറ്റ്സ് ആർ പ്രസൻറ്റ് ഹിയർ, സോ ട്രാൻസ്ഫർ ഈസ് ക്വിക്കർ. അതായത് ഇതിനൊരു സ്റ്റാർട്ട് ബിറ്റോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ബിറ്റോ സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് ബിറ്റ്സ് ഒന്നുമില്ല. സോ ഇതിൻ്റെ ട്രാൻസ്മിഷൻ ഇസ് നല്ല ക്വിക്കറാണ് ആസ് കമ്പയർഡ് ടു അസിങ്ക്രണസ് ട്രാൻസ്മിഷൻ. Uses. Synchronous transmission modes are used when large amounts of data must be transferred
very quickly from one location to other. So ഈ സിങ്ക്രണസ് ട്രാൻസ്മിഷൻ വളരെ ക്വിക്കാണ്. സോ ഒരു ക്വിക്കായിട്ട് ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിങ്ക്രണസ് ട്രാൻസ്മിഷനാണ് യൂസ് ചെയ്യുന്നത്. ഇനി മോസ്റ്റ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾ സച്ച് ആസ് എഥർനെറ്റ്, സോണറ്റ്, ടോക്കൻ റിംഗ് യൂസസ് സിങ്ക്രണസ് ട്രാൻസ്മിഷൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ യൂസസ്. Asynchronous data transmission. In contrast, asynchronous transmission works in spurts and must insert a start bit before each data character and a stop bit at its termination to inform the receiver where it begins and ends. So, synchronous transmission പോലെ ഇവിടെ ഒരു external clock pulse ഇല്ല. Instead, ഇവിടെ ഉള്ളത് ഒരു സ്റ്റോപ്പ് ബിറ്റും ആൻഡ് സ്റ്റാർട്ട് ബിറ്റും ആണ്. അത് റിസീവറിനെ എവിടെ ട്രാൻസ്മിഷൻ തുടങ്ങുന്നു ആൻഡ് എവിടെ ട്രാൻസ്മിഷൻ അവസാനിക്കുന്നു എന്ന് അറിയിക്കും. The term asynchronous is used to describe the process where transmitted data is encoded with start and stop bits, specifying the beginning and the end of each character. So, ഈ asynchronous എന്ന ടേം യൂസ് ചെയ്യുന്നത് ഒരു ട്രാൻസ്മിഷൻ പ്രോസസ്സിനെ സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും വെച്ച് അതിനെ സിങ്ക്രണൈസ് ചെയ്യുന്നതിനാണ്. Here, as the figure given below, start bit 0യും and stop bit 1ഉം. സ്റ്റാർട്ട് ബിറ്റ് ഒരു ഡാറ്റൻ്റെ സ്റ്റാർട്ടിങ്ങിലും കൊടുക്കുന്നു ആൻഡ് സ്റ്റോപ്പ് ബിറ്റ് അതായത് 1 എന്ന ബിറ്റ് ഒരു ഡാറ്റയുടെ എൻഡിലും കൊടുക്കുന്നു. ഈ ഒരു സ്പെഷ്യൽ ബിറ്റ്സ് ഒരു ഡാറ്റ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതും ആൻഡ് എപ്പോഴാണ് എൻഡ് ചെയ്യുന്നതെന്നും റിസീവറിനെ അറിയിക്കും. These special bits provide synchronization for the connection. Timing for each character begins with start bit and ends with the stop bit. So, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു സിങ്ക്രണൈസേഷൻ കൊടുക്കുന്നു. അസിങ്ക്രണസ് ഡാറ്റ ട്രാൻസ്മിഷനിൽ സിങ്ക്രണൈസേഷൻ ചെയ്യുന്നത് ഈ രണ്ട് സ്പെഷ്യൽ ബിറ്റ്സ് ആണ്. ഇതിനൊരു എക്സ്റ്റേണൽ ക്ലോക്ക് പൾസ് പ്രൊവൈഡ് ചെയ്യുന്നതല്ല. Characteristics of asynchronous transmission. Each character is preceded by a start bit and followed by one or more stop bits. So, പറഞ്ഞതുപോലെ തന്നെ ഓരോ ക്യാരക്ടറിൻ്റെ മുമ്പിൽ ഒരു സ്റ്റാർട്ട് ബിറ്റും ഉണ്ടാവും ആൻഡ് എൻഡ് ചെയ്യുന്നത് വൺ ഓർ മോർ സ്റ്റോപ്പ് ബിറ്റ്സ് വെച്ചിട്ടാവാം. Gaps or spaces between characters may exist. So, ഈ ക്യാരക്ടേഴ്സിന് ഇടയിൽ ഗ്യാപ്സ് അല്ലെങ്കിൽ സ്പേസസ് എക്സിസ്റ്റ് ചെയ്യുന്നു. In this, a large text document is organized into long strings of characters that make up the words within the sentences and paragraphs. So, ഈ ഒരു ട്രാൻസ്മിഷനിൽ പാരഗ്രാഫ്സ് ഓർ ടെക്സ്റ്റ് ക്യാരക്ടർ വൈസ് ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത്. These characters are sent over the communication link one at a time and reassembled at the remote locations. So, ഈ ക്യാരക്ടേഴ്സ് ഒരു ലിങ്കിലൂടെ one by one at a time ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ASCII character would actually be transmitted using 10 bits. For example, 01000001 would become 101000010. സോ ഇവിടെ തന്നിരിക്കുന്ന ബിറ്റിൻ്റെ ഒരു 8 ബിറ്റ് ASCII ക്യാരക്ടറിൻ്റെ ഫ്രണ്ടിൽ 1 അതായത് സ്റ്റോപ്പ് ബിറ്റ് ആൻഡ് എൻഡിൽ 0 സ്റ്റാർട്ട് ബിറ്റും കൊടുത്തിട്ടാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. Uses. Asynchronous transmission is used commonly for communications over the telephone lines. So, telephone linesലുള്ള കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് asynchronous transmission commonly യൂസ് ചെയ്യുന്നത്. Differences between synchronous and asynchronous data transmission. To sum up the whole topic, let's look at the differences between both transmission. Synchronous data transmission, data is sent in form of blocks or frames, and in asynchronous the data is sent in form of byte or character. So, synchronously blocks ആയിട്ടും asynchronously characters ആയിട്ടുമാണ് data transmit ചെയ്യുന്നത്. In asynchronous transmission, it requires a clock signal between the sender and receiver so as to inform the receiver about the new byte. Synchronously ഓൾറെഡി പറഞ്ഞ ഒരു ക്ലോക്ക് സിഗ്നൽ വേണം സോ ദാറ്റ് റിസീവർ നോ അബൌട്ട് ദി സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ഓഫ് ദി ട്രാൻസ്മിഷൻ.
ആൻഡ് ഇൻ കേസ് asynchronous അവിടെ ഒരു സ്റ്റോപ്പ് ബിറ്റും സ്റ്റാർട്ട് ബിറ്റും വിച്ച് ഇസ് നോൺ ആസ് പാരിറ്റി ബിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ ക്ലോക്ക് ഈസ് യൂസ്ഡ്, ഇൻറ്റേർണൽ ക്ലോക്ക് ഈസ് യൂസ്ഡ്. എക്സ്റ്റേണൽ ക്ലോക്ക് പൾസ് സിങ്ക്രണസ്ലി യൂസ് ചെയ്യുമ്പം ഇവിടെ ഇൻറ്റേർണൽ ക്ലോക്ക് അതായത് പാരിറ്റി ബിറ്റാണ് യൂസ് ചെയ്യുന്നത്. സിങ്ക്രണസ് ട്രാൻസ്മിഷൻസ് ഈസ് ഫാസ്റ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്വിക്കർ ആയിട്ടുള്ള ട്രാൻസ്മിഷനാണ് സിങ്ക്രണസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ആസ് കമ്പയർഡ് ടു സിങ്ക്രണസ്, asynchronous transmission is slow. Transmitter and receiver having common clock and asynchronously separate clock ആണ് ഉള്ളത്.